എന്തിനാ ഓടിയേ? ഇവളെന്തിനാ പേടിച്ചോടിയേ? ഞാനിവിടെ ഉള്ളപ്പോ പേടിച്ചോടുന്നു എന്റെ കൊച്ച്. അല്ല, ഈ വരുൺ എവിടെ പോയി? വരുണും ഇറങ്ങി ഓടിയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ കൊച്ചിനെ ദ്രോഹിച്ചവനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. അയ്യോ എനിക്ക് പേടിയാവുന്നേ. അയ്യോ അയ്യോ എന്റെ അടുത്തോട്ട് വരല്ലേ, എന്റെ അടുത്തോട്ട് വരല്ലേ. പോ. അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നേ. അയ്യോ പ്രിയങ്ക ഇപ്പോ നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ. അതെ, പെട്ടെന്ന് പേടി തട്ടിയപ്പോഴേ ബുദ്ധി കുറച്ച് നേരത്തേക്ക് നേരെയായതാവും. സാധാരണ പേടി തട്ടിയാ കുറച്ചു നേരത്തേക്ക് ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. ഇതിപ്പോ നേരെ മറിച്ചാണല്ലോ. ഓ, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ പത്മിനി. മുത്തശ്ശി, നമുക്ക് പോയി കിടക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ പഴയതുപോലെ ആയത് കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റത്തിന്റെ ഒരു ചെറിയ മിന്നലാട്ടം കാണും. അപ്പൊ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. അമ്മേ, ഞാന് ഇവിടെ ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ. മുണ്ടി പോകരുത്. വരണ്ട മുറിയുടെ വാതിലിന് മുന്നിൽ ഇനി നിന്നെ കണ്ടുപോകരുത്. ഓടി. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാ? ബുദ്ധിയില്ലാത്ത കൊച്ചു കയറിപ്പോയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങുന്ന മുറിയിലേക്ക് കയറിപ്പോവാൻ നാണമില്ലേ നിങ്ങൾക്ക്? അല്ല, അത് പിന്നെ പത്മിനിയും ഞാനേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പകലും സ്വൈരം തരില്ല, രാത്രിയിലും സ്വൈരം തരില്ല. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ വരുന്നില്ലേ? നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. അനിയത്തിയുടെ അസുഖത്തെ കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? എന്റെ പൊന്നിയേട്ടാ, അവക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മയോട് അവള് സംസാരിച്ച രീതിയൊക്കെ കേട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമെന്ന്. സുകുമാരിയുടെ കണ്ടുപിടുത്തം എന്തായാലും കൊള്ളാം. മുത്തശ്ശി, നമ്മുടെ അടുത്ത ആക്ഷൻ സമയമായോ? ഇല്ലടി മോളെ, നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ബോധ്യത്തോടെ ഇത് തെളിയിക്കണമെങ്കിൽ കുറച്ചുകൂടി പണിയെടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് ഇത്ര മതി.